ഹായ് ഹലോ. ഞാനൊരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ഒരു കല്യാണം കേട്ടോ. ആളുടെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി എടുത്ത ഡ്രസ്സ് എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ കൂടി ഞാൻ ഒന്നും കൂടി അതിനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്നെന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചു പോകും. ആക്ച്വലി പറയുകയാണെങ്കിൽ 9:30-ക്കാണ് അവിടെ മുഹൂർത്ത ടൈം. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേനും തുടങ്ങുമോ എന്നറിയത്തില്ല. എന്തായാലും ഞങ്ങളിവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇനി അകത്തേക്ക് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവിടെ മുഹൂർത്ത ടൈമായി. ഞങ്ങൾ ഒരുങ്ങിയല്ല ഇറങ്ങിയപ്പോഴത്തേന് ലേറ്റായി കേട്ടോ. പിന്നെ ഈ കല്യാണ മണ്ഡപം വന്നിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയായിരുന്നു. അയ്യപ്പ കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 വീലറിൽ ഇഞ്ഞ് എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇനി നമുക്ക് എന്തായാലും മണ്ഡപത്തിനകത്തേക്ക് പോവാം. താലികെട്ടിന് സമയമായെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കറക്റ്റ് ടൈമിന് എത്തിയത്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ലേറ്റായെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ താലികെട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ കൊച്ചിൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ചെക്കനും പെണ്ണും പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വരണം. റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് വരണം. ആ സമയത്തിന് അവിടെ സ്റ്റേജൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ നേരത്തിന് ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരുടെയും കുറച്ച് വീഡിയോകൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നവരാരെങ്കിലുമൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് പരിചയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടോയെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി കല്യാണ പെങ്കൊച്ചിൻ്റെ അച്ഛനെ കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് അച്ഛന്. അമ്മ ആദ്യം കാണിച്ചല്ലോ. അപ്പോൾ പിന്നെ ഇതുവരെയൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. കല്യാണത്തിന് വന്നതാണ്. ഇവരൊക്കെ നമ്മളുടെ എന്താ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സുകളാണ്, നമ്മളുടെ അയൽവക്കക്കാരാണ്. ഇവരെയൊക്കെ കണ്ടിട്ട് പക്ഷേ കുറേ നാളായി. ഇവരൊക്കെ ഇപ്പം എന്താ പറയുന്നത്, കാണൽ കുറവാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉള്ള സമയത്താണ് ഇവരെയൊക്കെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെയൊക്കെ കുറച്ചൊന്ന് സൂം ചെയ്തിട്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു. അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഞാൻ ചേർത്തിട്ട് അങ്ങ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞങ്ങളുടെ ചെക്കനും പെണ്ണും എന്താ പറയുന്നത് റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരിനി സ്റ്റേജിൽ കയറിയിട്ട് അവരുടെ ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരുടെ ആ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ സ്റ്റേജിൽ കയറി വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ചേച്ചിമാരെ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റായിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറി നിന്നതാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ സ്റ്റേജിൽ വന്നു. എൻ്റെ മൂത്ത മകൻ ഇനി എത്തിയില്ലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്തി. ആക്ച്വലി നമ്മൾ പെൺകുട്ടിയുടെ സൈഡിലത്തെ ആൾക്കാരാണല്ലോ, അപ്പം ചെക്കനെ നമ്മൾ പരിചയപ്പെടണമല്ലോ. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഇലയൊക്കെ ഇട്ട് പിന്നെ അച്ചാറും പിന്നെ ചിപ്സും അതൊക്കെ സാധനങ്ങൾ വിളമ്പിയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം തോരന്, പച്ചടി, കിച്ചടി, എന്താ പറയുന്ന അവിയൽ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്. ഇത് വന്നിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടേസ്റ്റ്, നമുക്ക് വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചി വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇപ്പുറത്തിരിക്കുന്നു പറഞ്ഞ് ഞാൻ ചേച്ചിക്ക് സ്ഥലം പിടിച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറും എല്ലാം വിളമ്പി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പരിപ്പ്, പപ്പടം സംഭവങ്ങളെല്ലാം ഉണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നല്ല രുചികരമായ ഒരു സദ്യ കഴിച്ചെന്ന് പറയാം. എല്ലാ ഭക്ഷണവും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവസാനമായിട്ട് ഞാൻ അടപ്രഥമനകത്ത് ഇച്ചിരി പഴവും പപ്പടവും കൂടി ഇട്ട് ഇളക്കി. എൻ്റെ പൊന്നു മക്കളെ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു സംഭവം. എൻ്റെ കൂട്ടുകാരിങ്ങനെ കഴിക്കാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ അപ്പൂസാണെങ്കിൽ അവൻ്റെ ചേച്ചിമാരുടെ കൂടെ ഇപ്പുറത്തായിരുന്നു. പക്ഷേ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണെങ്കിൽ ഇവള് വന്നിട്ട് എൻ്റെ ബാംഗ്ലൂരിൽ ഞാൻ ആദ്യം വന്നപ്പം എൻ്റെ ആദ്യത്തെ ഫ്രണ്ടാണ്. വേറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നതിനെക്കാട്ടി മുമ്പായിട്ട് ഇവളെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും. ഇവളെൻ്റെ ഒരു എന്താ പറയുന്നത്, ഞങ്ങൾ ഒരു സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ ഇത്രയും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. അത്ര നല്ലൊരു ബന്ധം കേട്ടോ. അത് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വെളി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ ചേച്ചി വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് കുറേ നാളായി ചേച്ചി കണ്ടിട്ട്. അപ്പം ചേച്ചിയുടെ കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞങ്ങൾ കാണാത്ത കുറേ ആൾക്കാരെ കാണാൻ പറ്റി. കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മുറുക്കണമെന്ന് തോന്നി. പക്ഷേങ്കിൽ ആ മുറുക്കാനെ കൊണ്ട് വന്നപ്പം എൻ്റെ കൊച്ച് അവൾ വന്നിട്ട് എന്നാൽ ശരി അത് ഞാൻ എടുത്തോളാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ ഞാനൊരു പിന്നെ വെറ്റില അതിനകത്ത് സ്വീറ്റാണ് മിക്സ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ആ സാധനം ഞാനാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് ഞാൻ കഴിക്കാനെടുത്തു. ഇത് കഴിക്കുന്ന ഡൈജസ്റ്റ് ആവാൻ ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മകനും അവർ ഫ്രണ്ട്സും കൂടെ പിന്നെ ഒന്നും കൂടെ അവിടെ സ്റ്റേജിൽ കയറി. കാരണം വെച്ചാൽ ഞങ്ങൾ പോകാൻ നേരത്തെ അവൻ വന്നിരുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റേജിൽ കയറി അവളെ വിഷ് ചെയ്തിട്ട് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ ഫ്രണ്ട് അവൾ ഊണ് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ നേരം കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ. അവൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കര നാണം കേട്ടോ. അതുകൊണ്ട് കുറേ നേരം കൊണ്ട് പറയുന്നു എടി എടുക്കണ്ടെന്നൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേറൊരു ഫ്രണ്ട് വന്നു. അപ്പോൾ അവരെയും കൂടി ഈ വീഡിയോയിൽ ഞാനൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പിള്ളേർ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ കുശലം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഞങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. എൻ്റെ മോന് ഹായ് പറയടാന്ന് പറഞ്ഞപ്പോൾ അവൻ നമസ്കാരം പറഞ്ഞു. ഇതാണ് എൻ്റെ മോൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിമാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിട്ടിരുന്നു. കാരണം വെച്ചാൽ നമുക്കിത് ഒത്തിരി അടുത്ത ഫാമിലി ആയിരുന്നു, അവരുടെ കല്യാണമായിരുന്നേ. അപ്പോൾ നമുക്കില്ല കല്യാണം കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എല്ലാ റിസപ്ഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചാൽ വെച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ വന്ന സമയത്തെക്കുറിച്ചിട്ടും നമ്മൾ താമസിച്ച വീടിനെ കുറിച്ചിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ബൈ പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവരെല്ലാവരോടും ഞാൻ ബൈ പറയുന്നതാണ്. ഒരാൾ ബൈ പറയുന്നു, ഒരാൾ ഹായ് പറയുന്നു, എന്താ പറയുന്നതെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. അങ്ങനെ എല്ലാവരും കൊണ്ട് ഞാൻ ബൈ പറയിച്ചതാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക്. ഓരോരുത്തർ ബൈ പറയാമെന്ന് പറഞ്ഞ് ബൈ പറയാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വീഡിയോയ്ക്കകത്ത് വരുന്നതാണല്ലോ എന്ന്. അപ്പോഴത്തേക്കും ഓരോരുത്തർ മുഖം മറയ്ക്കുന്നു, കണ്ണു മറയ്ക്കുന്നു, ആകെ പ്രശ്നം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ബൈ പറഞ്ഞു.
എനിക്ക് എന്തായാലും ഇന്ന് ഒരുപാട് ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ പറ്റിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ, സി യു.